ഫ്രണ്ട്സ്, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൽ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്താട്ടോ. ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇനി തീരാനുള്ളത്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് തീർന്നാൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈലൈറ്റ് മാള് നല്ല തിരക്കുള്ള ട്രാഫിക്കുള്ള ഒരു ജംഗ്ഷനാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ വലിയ ആശ്വാസമാവും. പക്ഷെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അതെങ്ങും എത്തിയിട്ടില്ല. ഹൈലൈറ്റ് മാൾ എത്തുന്നതിന് മുന്നേ ഒരു കരിമ്പാറിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ച് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ അത് ബെൻഡിങ് വരുന്നത്. ഇപ്പോൾ ഈ സൈബർ പാർക്കിൻ്റെ ഹൈലൈറ്റ് മാൾ തുടങ്ങിയ മുതൽ സൈബർ പാർക്കിൻ്റെ അതുവരെയാണ് ഈ ഫ്ലൈ ഓവർ ഉള്ളത്. ഇവിടെ പൊറ്റമ്മൽ ജംഗ്ഷൻ അവിടെ ഒരു ഓവർപാസ് അണ്ടർപാസ് അങ്ങനെയൊന്നും കൊടുത്ത് കാണുന്നില്ല കേട്ടോ. പക്ഷെ കുറച്ച് മുമ്പിലോട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ സർവീസ് റോഡിൽ കൂടി നേരെ വന്ന് കയറുന്നത് ഇപ്പം പൊറ്റമ്മൽ ജംഗ്ഷനിലാണ്. ഇവിടെ ശരിക്കൊരു അണ്ടർപാസ് കൊടുക്കണമായിരുന്നു. നമ്മളിങ്ങനെ പോകുന്നത് തൊണ്ടയാട് ഭാഗത്തേക്കാണ്. ഈ ഭാഗത്ത് 6 വരി പാതയുടെ വർക്കുകളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് ഈ ഭാഗത്തുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ പോകുമ്പം ഹൈവേയിൽ കൂടെ പോകുമ്പോൾ കാണാൻ കഴിയില്ല. എന്തായാലും ഈ കൊല്ലം ഡിസംബറോട് കൂടി തീരണമെന്നായിരുന്നു ഒക്കെ പറഞ്ഞു കേട്ടത്. അപ്പോൾ അതിനൊന്നും സാധ്യത കാണുന്നില്ല. ആ ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ടൊക്കെ അവിടെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടായിരിക്കും പോകാൻ സാധ്യത. അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ കേട്ടോ വന്നത്. തൊണ്ടയാട് ഫ്ലൈ ഓവർ വർക്ക് കഴിഞ്ഞതാണ്. വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. വാഹനങ്ങൾ ഓടിത്തുടങ്ങി. രണ്ട് ഭാഗത്തും ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടിയാണ് ഇതിലാണ് വാഹനങ്ങൾ പോകുന്നത് കേട്ടോ. നിലവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ
വർക്കുകൾ അതിൻ്റെ ഈ അപ്രോച്ച് റോഡിൻ്റെ റീടാറിങ് പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് പുതുതായിട്ട് വന്ന ഫ്ലൈ ഓവർ 6 വരി പാതയിൽ. നിലവിലുള്ള ഫ്ലൈ ഓവർ 2 വരി പാതയേ ഉള്ളൂ. തൊണ്ടയാട് മേൽപ്പാലത്തിൻ്റെ വർക്കുകൾ, ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തു. സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ ഈ 2 ഭാഗത്തും ഇനി സർവീസ് റോഡ് നിലവിൽ വരാനുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് ഈ ഭാഗത്ത് നടന്നിട്ടില്ല. വാഹനങ്ങൾ പല വഴിക്കാണ് കേട്ടോ തിരിച്ചു വിടുന്നത്. രണ്ട് സൈഡിലും 6 വരി പാതൻ്റെ വർക്കൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. എന്തായാലും അടുത്ത കൊല്ലം കൊണ്ടൊക്കെ തീരേക്കും വർക്കുകൾ. ഒരു മെല്ലെപ്പോക്കാണ്. 2 വർഷം കഴിഞ്ഞല്ലോ ഇപ്പോൾ ഈ വർക്ക് തുടങ്ങിയിട്ട്. ഇവിടെയും ശരിക്കും ഒരു അണ്ടർപാസ് വേണമായിരുന്നു. കാണുന്നില്ല കേട്ടോ. നല്ലൊരു ജംഗ്ഷനാണതും. മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത്. കോഴിക്കോട് ബൈപ്പാസേ ഇതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന ഇതൊക്കെ 1980 ഈ ബൈപ്പാസ് നിലവിൽ വരുമ്പോൾ തന്നെ 45 മീറ്ററിൽ അന്ന് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. 4 ഘട്ടങ്ങളിലായിട്ടാണ് നിലവിലുള്ള ബൈപ്പാസ് അത് പണി പൂർത്തീകരിച്ചത്. ഇപ്പം 29 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ബൈപ്പാസ് 6 വരി പാതയാക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഒരു ഓവർപാസാണ് വരുന്നത്. ഹൈവേ അടിയിൽ കൂടെ അങ്ങനെ ഹൈവേ പോവും. മേലെ ബ്രിഡ്ജ് കൊടുത്തിട്ട് വെള്ളിമാട് കുന്ന് മലാപ്പറമ്പ് ഇങ്ങോട്ട് ഇക്ര ആ ഭാഗത്തൊക്കെ പോകുന്നേ റോഡ് അവിടെ ആണ് മേൽപ്പാലം വരുന്നത് കേട്ടോ. അവിടെ ഒരു ഭാഗത്തെ മണ്ണെടുത്ത് താഴ്ത്താൻ വേണ്ടിയിട്ട് വാഹനങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ട് തിരിച്ചിട്ടാണ് 2 ഭാഗത്തെ വാഹനങ്ങളും വിടുന്നത്. ഏത് കാലത്ത് അതിൻ്റെ വർക്കൊക്കെ കഴിയാറിയാണ്. അപ്പം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്തെ വർക്കുകളൊന്നും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക. ഞങ്ങളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.